ആഹാരത്തിൽ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാവാം കൂടുതലായി നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നത്. പ്രധാന കാര്യം ഫുഡ് സ്കിപ്പ് ചെയ്യുക. ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ, പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കുന്നവരിൽ മൈഗ്രെയിൻ കോമൺ ആയിട്ട് കാണാറുണ്ട്. കറക്റ്റ് ടൈമിൽ ഫുഡ് കഴിക്കാത്തതും ഒരു ഫാക്ടറാണ്. ഇറഗുലറായി പല ടൈമിൽ അല്ലെങ്കിൽ വളരെ ലേറ്റ് ആയി ഫുഡ് കഴിക്കുന്നത് മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. ഓവറായിട്ട് ഫുഡ് കഴിക്കുന്നത് കൊണ്ടും മൈഗ്രെയിൻ വരാം. ചില ഭക്ഷണങ്ങൾ അല്ലെങ്കിൽ പെർട്ടിക്കുലർ ആയ ഒരു ഫുഡ് കഴിക്കുമ്പോൾ മൈഗ്രെയിൻ കൂടുതലായി വരുന്നു എന്ന് പറയുന്നവരുണ്ട്. ഓരോ ആളുകളുടെയും ഇങ്ങനത്തെ ഫുഡ് ട്രിഗേഴ്സ് കണ്ടെത്തേണ്ടതും ട്രീറ്റ്മെന്റിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മറ്റൊന്ന് ജങ്ക് ഫുഡ്സ്, കേക്ക്, പേസ്ട്രീസ് ഒക്കെ പോലെ അമിതമായി മധുരമുള്ള ഹൈ കാലറി അടങ്ങിയ ഭക്ഷണങ്ങൾ, സോഫ്റ്റ് ഡ്രിങ്ക്സ്, ഓയിലി ഫുഡ്സ്, പ്രിസർവേറ്റീവ്സ് അടങ്ങിയ ഭക്ഷണങ്ങൾ എന്നിവയൊക്കെ തന്നെ അമിതമായിട്ട് കഴിക്കുന്നതും മൈഗ്രെയിനിലേക്ക് നയിക്കാം. ഒമേഗ 3 ഫാറ്റി ആസിഡ്സ്, വൈറ്റമിൻ B12, വൈറ്റമിൻ ഡി, ഡയറ്ററി ഫൈബേഴ്സ്, മഗ്നീഷ്യം എന്നിവയൊക്കെ ഒരു പരിധിവരെ മൈഗ്രെയിൻ നിയന്ത്രിക്കാൻ സഹായിക്കും. ഇവയടങ്ങിയ ഭക്ഷണങ്ങൾ ഡയറ്റിൽ കുറയുന്നത് കൊണ്ടും മൈഗ്രെയിൻ വരാൻ. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ പലർക്കും ഗ്യാസ്ട്രിക് പ്രോബ്ലംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. എന്തെങ്കിലും ഗ്യാസ്ട്രിക് ഇഷ്യൂസ് വരുമ്പോൾ അത് ബ്രെയിനിനെ ഇറിറ്റേറ്റ് ചെയ്യും. ഇങ്ങനെയും മൈഗ്രെയിൻ ട്രിഗർ ചെയ്യാം. സോ മൈഗ്രെയിനിനെ ഒരു തലവേദന മാത്രമായിട്ട് കാണുന്നതിന് പകരം ട്രീറ്റ്മെന്റ് എടുക്കുന്നതും ഇങ്ങനെയുള്ള ഓരോ ഫാക്ടേഴ്സും പരിഹരിക്കുന്നതും മൈഗ്രെയിനിന്റെ ഫ്രീക്വൻസിയും തീവ്രതയും അനുബന്ധിച്ചുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളും കുറച്ചു കൊണ്ടുവരാൻ സഹായിക്കും. ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് മൈഗ്രെയിൻ വരുന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുമല്ലോ.